ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റെ മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അറിയിക്കാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ചെറിയ വീഡിയോ ആണ്. എന്താണ് UPSC സിവിൽ സർവീസ് എക്സാമിനേഷന്റെയും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷന്റെയും നോട്ടിഫിക്കേഷൻ 2026 നടക്കാനിരുന്ന UPSC സിവിൽ സർവീസ് എക്സാമിനേഷന്റെയും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷന്റെയും നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഇരുന്നത് 14 തീയതി ജനുവരി, അതായത് ഇന്നാണ്. പക്ഷെ എന്താണ്, ആ ഒരു നോട്ടിഫിക്കേഷൻ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. UPSCയുടെ വെബ്സൈറ്റ് ഉണ്ട്, അതെന്ത് ചെയ്യുക, നോക്കുക. ഇങ്ങനെയാണ് ന്യൂസ്. ദ നോട്ടിഫിക്കേഷൻ ഓഫ് സിവിൽ സർവീസ് എക്സാമിനേഷൻ 2026 ആൻഡ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷൻ 2026 scheduled to be notified on 14th January 2026 has now been postponed due to administrative reasons and the same will be notified in due course. അതായത് ചില അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് കൊണ്ടാണ് ഇത് പോസ്റ്റ്പോണ്ട് ആയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യുക, റെഗുലർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, UPSCയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നായിരുന്നു നോട്ടിഫിക്കേഷൻ വരേണ്ട ഡേറ്റ്, പക്ഷെ അത് എന്ത് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ്പോണ്ട് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡേറ്റ് ആണ് പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുന്നത്, അല്ലാതെ എക്സാം അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുക, UPSCയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നാണ് എന്നറിയാനായിട്ട് എന്ത് ചെയ്യുക, ഡെയിലി UPSCയുടെ വെബ്സൈറ്റ്, അതായത് www.upsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് എക്സാം എഴുതുക. ഡെയിലി റെഗുലർ ആയിട്ട് UPSCയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യമൊക്കെ എന്നാണെന്ന് അറിയുക. അതുപോലെ തന്നെ UPSCയുടെ എക്സാം റിലേറ്റഡ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എവിടെയാണ്, UPSCയുടെ വെബ്സൈറ്റിലാണ് വരുന്നത്. അപ്പൊ എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ എല്ലാവരും എന്ത് ചെയ്യുക, UPSCയുടെ വെബ്സൈറ്റ് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. താങ്ക് യു.